പ്രിയ സുഹൃത്തുക്കളെ, ഇന്ന് നമ്മുടെ UDFൻ്റെ പുതിയുഗ മുന്നേറ്റ യാത്ര, എന്തൊരു യാത്ര നടക്കുന്നുണ്ടല്ലോ. രാഷ്ട്രീയ പാർട്ടികൾ വികസന മുന്നേറ്റ യാത്ര, പുതിയുഗ യാത്ര, പല യാത്രകളും നടത്തുന്നുണ്ട്. BJPക്കാരും എന്തോ ഒക്കെ നടത്തുന്നുണ്ട്. അതിലൊന്നിൻ്റെ സമാപന സമ്മേളനമായിരുന്നു. അത് മുഴുവനും കാണണമായിരുന്നു. രാഷ്ട്രീയ പാർട്ടികൾ, പ്രത്യേകിച്ച് UDFൻ്റെ നേതാക്കളായാലും കോൺഗ്രസിൻ്റെ നേതാക്കളായാലും എന്താ പറയണത് നമുക്ക് ഉദ്ദേശിക്കാവുന്നുള്ളൂ. വിവരവും വിദ്യാഭ്യാസമുള്ള ജനങ്ങളെയൊക്കെ പറ്റിക്കാൻ വേണ്ടിയിട്ട് കുറേ പച്ചക്കള്ളങ്ങൾ പറഞ്ഞ ചില ആൾക്കാർ വാതുറന്ന പച്ചക്കള്ളങ്ങൾ മാത്രം പറയുള്ളൂ. അത് കേൾക്കാൻ വേണ്ടിയല്ല നിന്നത്. രാഹുൽ ഗാന്ധി എന്ത് പറയുന്നു എന്ന് കേൾക്കാനായിട്ട് ഉള്ള ഒരു ജിജ്ഞാസയും, പ്രത്യേകിച്ച് ഇപ്പോൾ യുദ്ധത്തിൻ്റെ കാലാവസ്ഥയിലും നമ്മുടെ രാജ്യം ഇപ്പം നേരിടുന്ന പ്രശ്നങ്ങളും എല്ലാം വെച്ചിട്ട് അദ്ദേഹം എന്താ പറയണതെന്ന് കേൾക്കാൻ വലിയ ആഗ്രഹം ഉണ്ടായിരുന്നു. എനിക്ക് അദ്ദേഹത്തെ വലിയ ഇഷ്ടമുള്ള ഒരാളാണ്. നല്ല രീതിയിലൊക്കെ കാര്യങ്ങളൊക്കെ പറഞ്ഞായിരുന്നു. എസ്റ്റീം ഫയൽ മുതൽ എല്ലാ കാര്യങ്ങളും നല്ല ഭംഗിയായിട്ട് പറഞ്ഞു. പക്ഷെ എന്താ കുഴപ്പമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അത് ട്രാൻസ്ലേറ്റ് ചെയ്യാനായിട്ട് ഒരു വളരെ വലിയ വിദ്വാൻ എന്ന് നമ്മളെല്ലാവരും ചിന്തിക്കുന്ന ഒരാൾ വന്ന് അത് മലയാളത്തിൽ ട്രാൻസ്ലേറ്റ് ചെയ്ത് കുളമായി. അങ്ങേരിക്ക് അദ്ദേഹം പറയാനും ഉദ്ദേശിച്ച കാര്യങ്ങളൊന്നും അങ്ങേരിക്ക് മനസ്സിലായില്ല. പിന്നെ എങ്ങനെയാണത് തർജ്ജമ ചെയ്യണം? അത് വളരെ ട്രാൻസ്ലേഷൻ പരിതാപകരമായി. പ്രത്യേകിച്ച് അദ്ദേഹത്തെ പോലെ ഒരു പണ്ഡിതനിൽ നിന്ന് ഞാനത് പ്രതീക്ഷിച്ചില്ല. അതുപോട്ടെ, ഇതൊക്കെ എല്ലാ പാർട്ടികളിലും ഇതുപോലെ ട്രാൻസ്ലേഷൻ ആൾ വരുമ്പോഴത്തേക്കും പറ്റുന്ന പ്രശ്നങ്ങളാണ്. അതിപ്പോൾ ഇദ്ദേഹത്തിൽ നിന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. രണ്ടാമത്, രാഹുൽ ഗാന്ധി ഒരു 5 ഗ്യാരണ്ടി, ഇതിപ്പോൾ നരേന്ദ്രമോദിയുടെ കോപ്പി അടിച്ചിട്ട് ഗ്യാരണ്ടി പറയണ പോലെ അയാളുടെ ഗ്യാരണ്ടീനെ കളിയാക്കിക്കൊണ്ടിരുന്ന രാഹുൽ ഗാന്ധി ഇപ്പോൾ സ്വയം ഗ്യാരണ്ടി എന്ന് പറഞ്ഞാണ് ഇപ്പോൾ വരണത് ന്യൂസുകളിലൊക്കെ. അങ്ങേര് ഗ്യാരണ്ടി എന്നുള്ളൊരു വാക്ക് ഉപയോഗിച്ചില്ല, പക്ഷേ അങ്ങനെയാണ് വരണത്. അതായത് VS അച്യുതാനന്ദൻ 500 രൂപയാക്കിയ ക്ഷേമ പെൻഷൻ UDFൻ്റെ കേരളത്തിൻ്റെ ചരിത്രത്തിൽ ആദ്യമായിട്ട് ഉമ്മൻചാണ്ടി സർക്കാർ ഒരു 100 രൂപ കൂട്ടി. പല ടൈപ്പ് പെൻഷനും ഉണ്ട്, എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അത്യാവശ്യം പത്രം വായിക്കുന്നവർക്കും ന്യൂസ് കാണുന്നവർക്കും ഒക്കെ വ്യക്തമായിട്ടറിയാം. പല ടൈപ്പ് പെൻഷൻ ഉണ്ടല്ലോ. അതിൽ ചില പെൻഷൻ 18 മാസം കൊടുത്തില്ല, ചിലത് 12 മാസം കൊടുത്തില്ല, ചിലത് 8 മാസം കൊടുത്തില്ല. അങ്ങനെ വെറും 600 രൂപ ആക്കിയ പെൻഷൻ പോലും കൊടുക്കാൻ പറ്റാത്ത ആൾക്കാരാണ്. ആകെ കൂട്ടിയത് 100 രൂപയും. ഇപ്പോൾ അതിനുശേഷം 10 വർഷം ഇടതുപക്ഷം ഭരിച്ചു. 600ൻ്റെ കുടിശ്ശിക മുഴുവൻ കുടിച്ചു തീർത്തു. അത് കഴിഞ്ഞിട്ട് അവരത് പല ഘട്ടങ്ങളിലാക്കി ഇപ്പോൾ 2000 ആക്കിയിട്ടുണ്ട്. അത് 3000 ആക്കുമെന്നാണ് പറഞ്ഞത്. 3000 ആക്കിക്കഴിഞ്ഞാൽ കൊടുക്കാൻ രാഹുൽ ഗാന്ധി വരുമെന്ന് എനിക്ക് സംശയമാണ്. അതിനേക്കാൾ നല്ലത് ഇടതുപക്ഷം വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ ഒരു റേഷ്യോ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ ഉറപ്പായിട്ടും ഈ 3000ൻ്റെ കാലം കൂടുതലാക്കുമെന്ന് അറിയാം. അവരുടെ ഒരു നമ്മൾക്ക് അനുഭവമുള്ളതാണ്. പിന്നെ പറയണത് KSRTCയിൽ പെണ്ണുങ്ങൾക്ക് ഫ്രീ ആയിട്ട് ട്രാവൽ കൊടുക്കുമെന്നാണ്. KSRT അടച്ചു പൂട്ടാനിരിക്കുന്ന ആൾക്കാർ എങ്ങനെയാണ് ഫ്രീ ആയിട്ട് കൊടുക്കണമെന്ന് എനിക്കറിയില്ല. പേപ്പറേനില്ല. പിന്നെ പറഞ്ഞത് എന്താണ്, 3 ലക്ഷം രൂപയുടെ ഇൻഷുറൻസ് കൊടുക്കും. എനിക്കറിയില്ല 3 ലക്ഷം ഈ കാലഘട്ടത്തിലൊന്നും അല്ലേ പുള്ളി ജീവിക്കണത്. 3 ലക്ഷത്തിൻ്റെ ഒരു ഇൻഷുറൻസ് എടുത്തു കഴിഞ്ഞാൽ അയാൾ ഹെൽത്ത് ഇൻഷുറൻസ് ആണോ ഉദ്ദേശിച്ചതെന്ന് എനിക്കറിയില്ല. എന്ത് ഇൻഷുറൻസ് ആണെങ്കിലും, അത് ലൈഫ് ഇൻഷുറൻസ് ആണെങ്കിലും ഒരു മനുഷ്യന് 3 ലക്ഷം ഉള്ളോ? ഇല്ല. ഹെൽത്ത് ഇൻഷുറൻസ് ആണെങ്കിൽ ഏതെങ്കിലും നല്ലൊരു ഹോസ്പിറ്റലിൽ 3 ലക്ഷത്തിൽ എന്തെങ്കിലും ക്രിട്ടിക്കൽ കെയർ ആയിട്ടുള്ള ഒരു ട്രീറ്റ്മെൻറ്റോ ഒരു ഓപ്പറേഷനോ നടത്താൻ പറ്റുമോ? എറണാകുളത്തുള്ള ഹോസ്പിറ്റലുകളിൽ 3 ലക്ഷത്തിൻ്റെ ഇൻഷുറൻസ് ആയിട്ട് ചെന്ന് കഴിഞ്ഞാൽ കിടക്കാനായിട്ട് ബെഡ് പോലും കിട്ടത്തില്ല. വലിയ വലിയ ഹോസ്പിറ്റലുകളിലൊക്കെ റൂം റെൻ്റ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 6000-10,000 ഒക്കെയാണ്.
ഇൻഷുറൻസ് തുകയുടെ 1% അവർ റൂം റെൻറ്റിന് ഫ്രീ ആയിട്ട് തരണം. വർക്കൗട്ടല്ല. രണ്ടാമത്തെ കാര്യം, കേരളത്തിൽ ആരോഗ്യരംഗം വളരെ മികച്ചതാണ്. ഇപ്പോൾ സർക്കാർ ആശുപത്രികൾ പ്രൈവറ്റ് ആശുപത്രിനേക്കാളും വളരെ മികച്ച നിലവാരം പുലർത്തുന്ന ഒരു സ്റ്റാൻഡേർഡ് ആയിട്ടുണ്ട്. അതൊക്കെ ജനങ്ങൾ അറ്റ്ലീസ്റ്റ് കുറഞ്ഞ പക്ഷം 12 കോടി ജനങ്ങളെങ്ങാണ്ടും സർക്കാർ ആശുപത്രിയിൽ ചികിത്സ എടുക്കേണ്ടെന്നാണ് പറയുന്നത് ഒരു വർഷം. അത്രയും പേർക്ക് അത് 12 കോടി എന്ന് പറയുന്നത് ചിലപ്പോൾ ഒരാൾക്കാർ തന്നെ കുറേ പ്രാവശ്യമായിട്ട് പോകണത് കൊണ്ടായിരിക്കും അങ്ങനെയാണത്. പക്ഷെ കണക്കാണല്ലോ, സർക്കാർ പറയണ കണക്കാണ്. ആകെ 3.5 കോടി ഉള്ളൂ. അപ്പോൾ ആൾക്കാർ റിപ്പീറ്റഡായിട്ട് 5-10 പ്രാവശ്യം പോകുമ്പോഴാണ് ആ കണക്ക് വരണത്. അപ്പോൾ അവർക്ക് അവിടെ സൗജന്യ ചികിത്സ ഓൾറെഡി നമ്മുടെ കേരള ഗവൺമെൻറ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ആൻജിയോഗ്രാഫി വരെ ഫ്രീ ആണ്. ഒരുവിധമുള്ള BPL കുടുംബമാണെങ്കിൽ എല്ലാ രീതിയിലുള്ള ചികിത്സകളും ഫ്രീ ആണ്. APL ആണെങ്കിൽ സർക്കാർ ആശുപത്രിയിൽ, ഗവൺമെൻറ് ആശുപത്രിയിൽ 4/1 പൈസയാവുള്ളൂ. പക്ഷെ 3 ലക്ഷം എന്ന് പറയുന്ന ഒരു ഇൻഷുറൻസ് അതുകൊണ്ടൊന്നും ആവില്ല. ശരിക്കും പറഞ്ഞാൽ വികസിത രാജ്യങ്ങളെ പോലെ രാജ്യത്തെല്ലായിടത്തും ഒരു പ്രത്യേക പ്രായം കഴിഞ്ഞ് ഒരു 60 വയസ്സ് 70 വയസ്സൊക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ ആരോഗ്യ സംരക്ഷണം മുഴുവനും സർക്കാർ ഏറ്റെടുക്കണമെന്നാണ് എൻ്റെ അഭിപ്രായം. പക്ഷേ ഇങ്ങേരുടെ ഈ 3 ലക്ഷം എനിക്കങ്ങോട്ട് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. അത് നടത്തിയിട്ട് എന്തെങ്കിലും ഗുണമുണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ എന്താ പറഞ്ഞത്, കോളേജ് വിദ്യാഭ്യാസം ഈ വർഷം മുതൽ ഇപ്പോൾ എനിക്ക് തോന്നുന്നത് ഗ്രാജുവേഷൻ വരെ ഫ്രീ എഡ്യൂക്കേഷനാണ്. അവർക്ക് ട്യൂഷൻ ഫീസും കാര്യങ്ങളൊന്നും കൊടുക്കണ്ട. പിന്നെ പഠിത്തം കഴിഞ്ഞ യുവാക്കൾക്ക് ജോലി കിട്ടണവരെയും 1000 രൂപ കൊടുക്കുന്നുണ്ട്. പിന്നെ ഇവരെന്തിനാണ് 1000 രൂപ പഠിക്കണ പിള്ളേർക്ക് കൊടുക്കണമെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. എന്താണ് പർപ്പസ് എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. അവർക്ക് പോക്കറ്റ് മണി ആയിട്ടാണ് 1000 രൂപ കൊടുക്കാൻ ഉദ്ദേശിക്കണമെന്ന് എനിക്കറിയില്ല. അതിനേക്കാളും നല്ലത് കോളേജ് വിദ്യാർത്ഥികൾക്ക് അവരുടെ മറ്റുള്ള കാര്യങ്ങൾക്ക് അറ്റ്ലീസ്റ്റ് വേറെ എന്തെങ്കിലും കാര്യം ഫ്രീ ആക്കി കൊടുക്കുന്നതാണ് നല്ലത്. ഇപ്പോൾ ഇടതുപക്ഷ സർക്കാർ ട്യൂഷൻ ഫ്രീ ആയിട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ അവർക്കുള്ള ബുക്കുകളും എക്സാമിനേഷൻ ഫീസും കാര്യങ്ങളും ഫ്രീ ആക്കി കൊടുക്കണേ നല്ലത്. അവർക്ക് കാശ് കയ്യിൽ കൊടുത്തു കഴിഞ്ഞാൽ അവർ വേറെ ഏതെങ്കിലും രീതിയിൽ ചിലവാക്കി കഴിഞ്ഞാൽ അറിയില്ല. പിന്നെ പെണ്ണുങ്ങൾക്ക് ഇപ്പോൾ ഏതായാലും ഒരു പെൻഷനൊന്നും കിട്ടാത്ത പെണ്ണുങ്ങൾക്ക് 30 വയസ്സ് മുതൽ 65 വയസ്സ് വരെ ഒക്കെയുള്ള പെണ്ണുങ്ങൾക്ക് ഇപ്പോൾ 1000 രൂപ ഓൾറെഡി കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ എന്തിനാണ് പിന്നെ 1000 രൂപ കൂടി പ്രഖ്യാപിച്ചതെന്ന് മനസ്സിലാകുന്നില്ല. കുറഞ്ഞ പക്ഷം അങ്ങേര് സംസാരിക്കുന്നതും പ്രസംഗിക്കുന്നതും നല്ല രാഷ്ട്രീയ ബോധവും വിവരവും വിദ്യാഭ്യാസവും അക്ഷരജ്ഞാനവും ഉള്ള കേരളത്തിലെ ജനങ്ങളുടെ മുമ്പിലാണ് എന്നുള്ള പ്രാഥമിക ബോധമെങ്കിലും ഉണ്ടാകണം. ഈ UP-യിലും ബീഹാറിലും മധ്യപ്രദേശിലും രാജസ്ഥാനിലും ഒക്കെ പോയി പ്രസംഗിക്കണ പോലെ കേരളത്തിലെ ജനങ്ങളുടെ മുമ്പിൽ വന്ന് സംസാരിക്കുന്നത് ഇതുപോലെയുള്ള വാഗ്ദാനങ്ങൾ കൊടുക്കണതിൽ എനിക്ക് മനസ്സിലാകുന്നില്ല. എനിക്ക് സത്യം പറഞ്ഞാൽ ചിരിയാണ് വന്നത്. ഈ രീതിയിൽ കോൺഗ്രസ് മുന്നോട്ട് പോയിട്ട് എന്താ കാര്യം? കഴിഞ്ഞ 10 വർഷം ആരോ ഭരിച്ചു, ആരും ആയിക്കോട്ടെ, അതിപ്പോൾ ഉമ്മൻചാണ്ടി ഭരിച്ചാലും പിണറായി ഭരിച്ചു കഴിഞ്ഞാലും ഭരണത്തിൻ്റെ റിസൾട്ട് കേരളത്തിലെ ജനങ്ങൾക്ക് നേരിട്ട് കാണാനും അനുഭവിക്കാനും ഉള്ള സാഹചര്യം ഇവിടെ കേരളത്തിലുണ്ട്. അത് അവർ കണ്ട് മനസ്സിലാക്കും. ഇതൊക്കെ കൺമുമ്പിലിരിക്കുമ്പോഴത്തേക്കും ഇവിടെ ഒന്നും നടക്കണില്ല. ഇവിടെ കംപ്ലീറ്റ് എന്താ പറയണ, നശിഞ്ഞ ഭരണമാണ്, ദുഷിച്ച ഭരണമാണെന്നൊക്കെ ആരോടാണ് ഇവർ പറയണതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ഈ നാഷണൽ ഹൈവേ 6 വരി വേണ്ടെന്ന് പറഞ്ഞ ആൾക്കാരാണ്. ഗെയിൽ പൈപ്പ് ലൈൻ വേണ്ടെന്ന് പറഞ്ഞു. ഓക്കെ, ഇപ്പോൾ ബോംബാണെന്നും പറഞ്ഞ് അന്ന് ഇടതുപക്ഷം സമരം ചെയ്തെന്ന് പറയുന്നു. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇപ്രാവശ്യം ഇവർ ചെയ്തപ്പോഴും കോൺഗ്രസ്സുകാർ സമരം എടുത്തില്ലേ? ഈ പറയണ ഗെയിൽ പൈപ്പ് ലൈനെതിരെ എന്തൊക്കെ രീതിയിലുള്ള സമരമാണ്. റോട്ടിൽ കിടന്നിട്ട് നിസ്കാരം വരെ നടത്തി സമരം ചെയ്തു. അപ്പോൾ അതിനെ
തരണം ചെയ്ത് നേരിട്ട് മുന്നോട്ട് പോകാനുള്ള ആർജവമുള്ള സർക്കാരുകളാണ്, അത് കോൺഗ്രസ് ആയാലും കമ്മ്യൂണിസ്റ്റ് ആയാലും BJP ആയാലും വരേണ്ടത്. എന്നിട്ട് അവർ സമരം എടുത്തുകൊണ്ട് ഞങ്ങൾ ചെയ്തില്ല എന്ന് പറഞ്ഞിട്ട് ഒരർത്ഥമില്ല. ഇവിടെ സ്ഥലം കൊടുക്കാൻ പറ്റില്ല, 6 വരി പാത ഇവിടെ പോസിബിൾ അല്ല എന്ന് പറഞ്ഞാണ്. അന്ന് കേരളവും രാജ്യവും ഒക്കെ ഭരിക്കുന്ന കോൺഗ്രസ്സാണ്. വിഴിഞ്ഞം തുറമുഖം ഓക്കെ, കല്ലിട്ട് സമ്മതിച്ചു. ലോകത്ത് മുഴുവനും കല്ലിടാറുണ്ട്. കല്ലിട്ട് കഴിഞ്ഞാൽ അത് തീർക്കണ്ടേ, പൂർത്തിയാക്കിയാലല്ലേ അതിൻ്റെ വികസനം എന്ന് പറയാൻ പറ്റുള്ളൂ. എന്നിട്ട് അത് കംപ്ലീറ്റ് ആകുന്ന സമയത്തും പോയിട്ട് ഇവർ സമരം എടുത്തു. ഇതൊക്കെ ജനങ്ങൾ കണ്ടതല്ലേ. ജനങ്ങൾക്ക്, കേരളത്തിലെ ജനങ്ങൾക്കെല്ലാം ഓർമ്മശക്തി ഒട്ടുമില്ലെന്നാണ് ഇവർ ചിന്തിക്കണേ. അല്ല, എനിക്ക് മനസ്സിലാകണില്ല നിങ്ങൾക്ക് എന്താണ് അഭിപ്രായം എന്ന് എനിക്കറിയാൻ വലിയ താല്പര്യമുണ്ട്. എൻ്റെ വീട്ടുകാരൊക്കെ നല്ല കട്ട കോൺഗ്രസ്സാണ്. അതൊക്കെ എന്തോ ഇപ്രാവശ്യം ജയിക്കും എന്നുള്ള രീതിയിലാണ്. ഏത് രീതിയിൽ ആൾക്കാർ എങ്ങനെ ചിന്തിച്ച് കൊടുക്കണം? 600 രൂപ കൊടുക്കാൻ പറ്റാത്ത, പെൻഷൻ കൊടുക്കാൻ പറ്റാത്ത ആൾക്കാർ 3000 ഓഫർ ചെയ്യണേ. 2000 കിട്ടിക്കൊണ്ടിരുന്ന ആൾക്കാർ കൊടുക്കുക. പെണ്ണുങ്ങൾക്ക് ഓൾറെഡി 1000 രൂപ കിട്ടാൻ തുടങ്ങി. ജോലിയില്ലാത്ത യുവാക്കൾക്ക് 1000 രൂപ കിട്ടാൻ തുടങ്ങിയിട്ടുണ്ട്. നല്ല അടിപൊളി എന്താ പറയണ 6 വരി പാത നാഷണൽ ഹൈവേ വരുന്നുണ്ട്. ഓൾമോസ്റ്റ് ഏതാണ്ട് 75% പൂർത്തിയായെന്ന് പറയണം. ഏതായാലും അത് തീരുമല്ലോ. ഇനി ഇവർ വന്നു കഴിഞ്ഞാൽ ബാക്കിയുള്ള 25% മുന്നോട്ട് പോവില്ലെന്ന് എനിക്ക് സംശയമുണ്ട്. മലയോര പാത നടന്നു വരുന്നുണ്ട്. മലയോര പാത എന്ത് വന്നാലും നടത്തൂല്ലെന്ന് പറഞ്ഞ ടീമാണ്. ഇപ്പോഴത്തെ VD സതീശനൊക്കെ അവിടെ മറ്റെന്താണ് വയനാട് തുരങ്കം ഉണ്ടാക്കാൻ പോയി കഴിഞ്ഞപ്പോൾ എന്ത് വന്നാലും ഞങ്ങൾ സമ്മതിക്കില്ലെന്ന് പറഞ്ഞാണ്. ഇവരിനി വന്നു കഴിഞ്ഞാൽ അതൊക്കെ നിർത്തി വെക്കുമോ എനിക്കറിയില്ല. തീരദേശപാത ഒട്ടും വേണ്ട, അത് സമ്മതിക്കില്ല എന്ന് പറഞ്ഞ ആൾക്കാരാണ്. ഇവർ വന്നിട്ടാണ് നടത്തുക. വാട്ടർ മെട്രോ ഉണ്ട്, അതിപ്പോൾ കൊച്ചിയിൽ ഓൾറെഡി ഫങ്ഷനാണ്. ഇപ്പോൾ തിരുവനന്തപുരം മുതൽ ആക്കുളം വരെ കണ്ടൊക്കെ തുടങ്ങിയെന്ന് പറഞ്ഞു. അത് മൊത്തം കാസർഗോഡ് വരെ എത്തുമെന്നാണ് പറയണത്. ഇവർ വന്ന ഇതൊക്കെ നടത്തും എനിക്കറിയില്ല. എനിക്ക് 56 വയസ്സായി. കോൺഗ്രസ് അത് നടത്തുമെന്ന് എനിക്ക് തോന്നണില്ല. ഓക്കെ, കരുണാകരനൊക്കെ ഉണ്ടായ കാലഘട്ടത്തിൽ അയാൾക്ക് ഒക്കെ കുറേ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ഒരു പരിധി വരെ AK ആൻ്റണിക്കും നല്ല കാര്യങ്ങൾ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ഇല്ലയെന്നൊന്നും പറയണില്ല. മൊത്തം കോൺഗ്രസ് മോശമാണെന്നൊന്നുമല്ല പറയണേ. ഇപ്പോഴുള്ള കോൺഗ്രസിൻ്റെ നേതാക്കന്മാർ ഇവന്മാരെ ജയിപ്പിച്ചാൽ തന്നെ ഇവന്മാരുടെ തമ്മിലടി ആര് പോയി തീർക്കും? വോട്ട് ചെയ്ത് ജയിപ്പിച്ച ജനങ്ങൾ തന്നെ പോയിട്ട് ഇവന്മാരുടെ തമ്മിലടി തീർക്കേണ്ടി വരും. എനിക്കറിയില്ല ആൾക്കാർ എന്തായിരിക്കും ചിന്തിക്കണേ, ഏതായിരിക്കും ചിന്തിക്കണേ. വോട്ട് ചെയ്യണേ ഏതായാലും ഒരു 2 കോടി ജനങ്ങൾ വോട്ട് ചെയ്യും. അവർ തീരുമാനിക്കട്ടെ. അതിൽ കൂടുതലൊന്നും എനിക്ക് പറയാനില്ല. ഏതായാലും രാഹുൽ ഗാന്ധിയുടെ പ്രസംഗം നല്ലതായിരുന്നു. അത് പരിഭാഷപ്പെടുത്തിയ ആൾ അത് കുളമാക്കി. പക്ഷേ രാഹുൽ ഗാന്ധിയുടെ പ്രഖ്യാപനങ്ങൾ 5 പ്രഖ്യാപനങ്ങൾ വളരെ ദയനീയമായിരുന്നു, അത്രയും പറയാനുള്ളൂ. പിന്നെ എന്തോ വിസ്മയമൊക്കെ നടക്കുമെന്ന് പറഞ്ഞു. ഒരു വിസ്മയവും കണ്ടില്ല. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. ഇടതുപക്ഷത്തിനും വലതുപക്ഷത്തിനും NDAക്കും എല്ലാ പാർട്ടിക്കാർക്കും വിജയാശംസകൾ. ഇതിൽ കൂടുതലൊന്നും പറയാനില്ല. താങ്ക് യു. ജയ് ഹിന്ദ്.